ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചോദിച്ചിരിക്കും ടെമ്പിളിനെ കുറിച്ചിട്ട്. എൻ്റെ ഫസ്റ്റ് ഉള്ളിൽ നിന്ന് വന്നൊരു വിഷ്വലാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർ നല്ല നല്ല റിവ്യൂസാണ് ഇവിടെ നിന്നും പരിചയമില്ലാത്ത ആൾക്കാർ വരെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇത് ഏതാണ് ടെമ്പിൾ, ഇനി ഇതുപോലത്തെ നല്ല വീഡിയോസ് ചെയ്യണം എന്ന് നല്ല നല്ല കോംപ്ലിമെൻറ്റ്സ് കിട്ടി. പിന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എത്ര പെട്ടെന്ന് ഇത്ര നല്ല റിവ്യൂസൊക്കെ കിട്ടുന്നത്. വീഡിയോസൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു മോട്ടിവേഷനാണ്. അതിലുപരി ഞാൻ പറഞ്ഞല്ലോ നല്ല ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു ജോഗിങ് ആണ്. നമ്മൾ ഇപ്പോൾ ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് ഈവനിങ്. ഞാനിത് തുടങ്ങിയത് ആക്ച്വലി യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ്, ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ തുടങ്ങിയതാണ്. അപ്പോൾ ഇത്രയും വ്യൂസൊക്കെ വരും, സപ്പോർട്ട് വരും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മളിതാ ഒരു ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്, ചുമ്മാ ഒന്ന് ജോഗിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ ഒരു മാസം ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു 3 റൗണ്ട് ജോഗ് ചെയ്തിട്ട് നമ്മൾ നേരെ ജിമ്മിലേക്ക് ആവും. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ജോഗിങ് സെക്ഷനാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് ശരിക്കും ജോഗിങ് ചെയ്യാറ്. ഇപ്പോൾ ആരും അവൈലബിൾ അല്ല, നമ്മുടെ വീഡിയോഗ്രാഫേഴ്സ് ആണെങ്കിലും കുറച്ച് തിരക്കിലാണ്. അപ്പോൾ നമ്മളൊരു 3 റൗണ്ട് ജോഗ് ചെയ്തിട്ട് നേരെ ജിമ്മിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഈവനിങ് വൈബ്സ്, നമ്മുടെ ഗ്രൗണ്ടാണ്, നമ്മൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഇവിടെ. ഇവിടുത്തെ കുട്ടികളൊക്കെ ഈവനിങ് വൈബ്സ് ഫുട്ബോളൊക്കെ കളിച്ച് ചില്ലിങ് ആണ്. അപ്പോൾ നമ്മൾ മെല്ലെ ഇതുപോലെ അവരെ പോലെ ഒന്ന് ചില്ല് ചെയ്യാൻ 3 റൗണ്ട് ജോഗൊക്കെ ചെയ്ത് മെല്ലെ ജിമ്മിലേക്ക് പോകാൻ പ്ലാനാണ് ഇന്ന്. ഇതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീട്. നമ്മളിവിടെ ഫിഷ് ടാങ്ക്, കുറച്ച് ഫിഷിനൊക്കെ വാങ്ങിച്ച് ചെറിയ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആവണ്ട. അപ്പോൾ നമുക്ക് ടെമ്പിളിലേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോണ ടെമ്പിളിൽ നിന്ന് പോകുന്നത് പെരിങ്ങോട്ടുകരയാണ്, വിഷ്ണുമായ ടെമ്പിളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന ആ ഒരു റൂട്ടിലെ ഒരു ബ്യൂട്ടി ആംബിയൻസ് ഒക്കെ ഒന്ന് കണ്ടോളൂ. നല്ലൊരു കൂൾ വെതറാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എന്തൊരു റിലാക്സേഷൻ. 1 മാൻ ഷോ ആണ് കേട്ടോ ആക്ച്വലി. ഇന്ന് നമ്മുടെ വീഡിയോഗ്രാഫേഴ്സ് ഒന്നും അവൈലബിൾ അല്ല, അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ എല്ലാം അറേഞ്ച് ചെയ്യണം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പെരിങ്ങോട്ടുകര. ഇത് ദേവസ്ഥാനമാണ്. നമ്മൾ കറക്റ്റ് ടൈം അവിടെ ദീപാരാധന നടക്കുന്ന സമയത്ത് തന്നെ എത്തി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് വരുന്നത്. ഇവിടെ നമുക്ക് നമ്മൾ ടൂറിസ്റ്റുകൾക്കൊക്കെ സ്റ്റേ ചെയ്യാനുള്ളൊരു സൗകര്യമാണത്. ഇത് ദേവസ്ഥാനം, കലാവീടാണ്. പിന്നെ നമ്മുടെ പുറത്തുനിന്നൊക്കെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറാം. നമ്മളിത് ആ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ദീപാരാധനയാണ്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നമ്മുടെ ആൾക്കാരാണ്. ടെമ്പിളത്തിൻ്റെ ഉള്ളൊന്ന് കയറുന്നത്. ദീപാരാധനയാണ്. ഭയങ്കര ടെമ്പിൾ ഇൻഡോർ കണ്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ ആട്ടോ. ഇത് കാനാടിക്കാവാണ്. ഇവിടുത്തെ വിഷ്ണുമായ സ്വാമിയുടെയൊക്കെ പ്രതിമ എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ദീപാരാധന നടക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറി ഒന്ന് ദർശനം എടുത്തിട്ട് ഇറങ്ങാം. ദേവസ്ഥാനത്തിൻ്റെ ഉൾഭാഗം കണ്ടില്ല, അവിടെ പൂജ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫുള്ള് വീഡിയോ അങ്ങനെ എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഞാനിവിടെ അടുത്തുള്ളൊരു വേറൊരു അമ്പലമാണിത്, കാനാടിക്കാവ് എന്ന് പറയും. ഇത് ഈ ഒരു ടൈമിൽ ഈ ഒരു അമ്പലത്തിൻ്റെ ആംബിയൻസ് വേറെ എവിടെ ഉണ്ടാവില്ല. ഇത് ഇവിടെ വിഷ്ണുമായ സ്വാമിയുടെ ഒരു പ്രതിമയാണിത്. ഇവിടെയും ദീപാരാധന നടക്കുകയാണ്, നട അടച്ചിരിക്കുകയാണ്. ഇതാണ് കാനാടിക്കാവ് ടെമ്പിളിൻ്റെ ഇൻട്രോ. രണ്ട് വെറൈറ്റീസ് ആണ്. രണ്ടും നല്ല അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ദീപാരാധനയൊക്കെ തൊഴുത് സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ എനിക്കിങ്ങനെ 2-3 നല്ല റിവ്യൂസ് കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ ഇത് പെരിങ്ങോട്ടുകര എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഈ വിഷ്ണുമായ ടെമ്പിൾസ് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഗൈസ്, ഹോപ്പ് യു ഓൾ എൻജോയ് ദ ജേർണി. അപ്പോൾ എൻ്റെ ഈ ഒരു സെക്ഷനിൽ ഞാൻ എത്രയും ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തൊരു പാട്ടായിട്ട് വരുന്നതാണ്. ഹോപ്പ് യു ഓൾ എൻജോയ്.